അപ്പോൾ മിസിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര കൊല്ലം ജില്ലയിലൂടെ പുരോഗമിക്കുകയാണ്. വിനീത, കൊല്ലത്ത് ഇനി നമുക്ക് കാണാൻ എന്താ ഉള്ളത്? കൊല്ലം തീരദേശ മേഖലയിലൂടെയാണ് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നല്ല പെടപെടയ്ക്കുന്ന മീൻ കിട്ടുന്ന ഒരു ഹാർബർ ഉണ്ട് കൊല്ലംകാരുടെ. അപ്പോൾ നമുക്ക് ആ ഹാർബറിലേക്ക് പോകാം. മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കാണാം, കേൾക്കാം. കശുവണ്ടിക്കൊപ്പം മീനും ഫേമസ് ആണ് കൊല്ലത്ത്. അപ്പൊ ഇനി നമ്മുടെ സവാരി കൊല്ലം ഹാർബറിലേക്ക്. കൊല്ലത്തെ ഫോർട്ട് ഹാർബറിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ലേലം വിളിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്ട് കഴിഞ്ഞു തോന്നുന്നു കച്ചവടം. അവസാനമായിട്ടുണ്ട് കച്ചവടം. എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. ഇലക്ഷന്റെ ചൂട് ഹാർബറിൽ എത്തിയോ എന്നറിയാം. പൊതുവെ ഈ ഇലക്ഷന്റെ ഒരു ചൂട് എങ്ങനെയാ? ഇലക്ഷന്റെ ചൂട് ബിന്ദുകൃഷ്ണ ജയിക്കുന്നതാണ് 100% ഉറപ്പ്. തീർച്ചയായിട്ടും അത് തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വികസനം വലിയ വികസനം തർക്കമായി ഉള്ളൂ. വികസനം എന്ന് പറയാൻ ഒരാളെ എല്ലാവരും വ്യക്തിപരമായ രീതിയിൽ പറയത്തുള്ളൂ. അല്ലാതെ ഒരു സത്യം പറഞ്ഞ കേരളത്തിലെ ഒരു എന്താ പറയാൻ വേണ്ടി കറക്റ്റ് രീതിയിൽ പറയാൻ വേണ്ടി നോക്കിയാൽ വലിയൊരു വികസനം ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥിയിൽ ജയമോഹൻ ആകാൻ പോലും തീരദേശ മേഖലയിൽ പുള്ളിക്കാൻ ആർക്കും അറിയില്ല. ഡൗട്ട് തീർത്തരാം. അപ്പൊ ഡൗട്ട് തീർക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ നമ്മളെ കൊണ്ടുപോവാണ്. ചേട്ടൻ എന്തായാലും ശക്തമായ ഒരു UDF പ്രവർത്തകനാണ്. ജയമോഹൻ അറിയാവോ? അറിയത്തില്ല. അമ്മച്ചിക്കാരോ ജയമോഹൻ? അറിയത്തില്ല. അമ്മച്ചിക്ക് ജയമോഹൻ അറിയാം. ചേട്ടൻ ഇതൊരു ക്യാമ്പയിൻ ആക്കി മാറ്റിയാണല്ലോ. ചേട്ടാ പറയുന്നു UNDFന്റെ സ്ഥാനാർത്ഥിനെ ആർക്കും അറിയില്ല എന്നാണ് അവര്. ജയമോഹൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിലവില് 2011-14 കാലഘട്ടത്തില് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ്. കൊല്ലം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങള് അദ്ദേഹത്തിന് അതെ, ചിരിക്കുന്നവർ ചിരിക്കട്ടെ. ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉള്ളവരല്ലോ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളല്ലോ. അതായത് രണ്ടുപേർക്കും ഏകപക്ഷീയമല്ല. ഞാൻ പറയാം, 10 വർഷം ഈ നാട്ടിലുണ്ടായ വികസനം ചെറുതൊന്നുമല്ല. ഈ കാണുന്ന റോഡ് കായികമായി നേരിടുന്നത് കായികമായി. ചേച്ചിമാരോട് ഈ മത്സ്യത്തിന്റെ കാര്യം കൂടി ഒന്ന് പറയാം. ഇലക്ഷൻ ഞങ്ങളുടെ പാർട്ടിക്കേ ചെയ്യൂ. ഞങ്ങൾക്ക് ബിന്ദുകൃഷ്ണ അവർക്കേ ഉള്ളൂ. ഉറപ്പിച്ച് വലിയ വീറും വാശിയും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. ഇടയ്ക്ക് കൈയൊക്കെ പൊങ്ങി. എന്തായാലും ഈ ഒരു യാത്രയിലെ സവാരി ഗിരിഗിരിയിലെ ഏറ്റവും വാശിയേറിയ മത്സരം, വാശിയേറിയ വാഗ്വാദങ്ങളും കണ്ടത് നമ്മൾ ഈ ഒരു ഹാർബറിൽ വെച്ചിട്ടാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും സവാരി ഗിരിഗിരിയുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്, കൊല്ലത്ത് നിന്ന് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.